ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വായനോത്സവം ലൈബ്രറി കൗൺസിൽ ക്വിസ് താലൂക്ക് തല മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൈസ്കൂൾ വിഭാഗത്തിന് ആവശ്യമായ പവിഴപ്പുറ്റുകൾ, കടലിലെ മഴക്കാടുകൾ എന്ന ബുക്കിൽ നിന്നുമുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പാർട്ട് 2 വീഡിയോയാണ്. സുഷിരദേഹ പ്രാണി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം കടൽപ്പന്നി അല്ലെങ്കിൽ സ്പോഞ്ചസ്. സ്പോഞ്ചസിനെയാണ് സുഷിരദേഹ പ്രാണി എന്ന് അറിയപ്പെടുന്നത്. ഹരിത കടൽപ്പായൽ ഏത് രോഗത്തിന് പ്രതിവിധിയായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം തൈറോയിഡ് വീക്കം. തൈറോയിഡ് വീക്കത്തിന് പ്രതിവിധിയായിട്ടാണ് ഹരിത കടൽപ്പായൽ ഉപയോഗിക്കുന്നത്. കാൽസ്യത്തിൻ്റെ സ്രവം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ആൽഗകളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം കോറലൈൻ ആൽഗകൾ. കോറലൈൻ ആൽഗകൾ എന്നാണ് കാൽസ്യത്തിൻ്റെ സ്രവം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ആൽഗകളെ വിളിക്കുന്നത്. സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേരുകളോ തണ്ടുകളോ ഇലകളോ ആയി വേർതിരിക്കുവാൻ കഴിയാത്ത ബഹുകോശ ജീവികളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം പായലുകൾ. പായലുകളാണ് സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേരുകളോ തണ്ടുകളോ ഇലകളോ ആയി വേർതിരിക്കുവാൻ കഴിയാത്ത ബഹുകോശ ജീവികളെ വിളിക്കുന്ന പേര്. പായലുകളെ വർഗീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം നിറത്തിൻ്റെ. നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പായലുകളെ വർഗീകരിച്ചിരിക്കുന്നത്. പായലുകളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി വർഗീകരിച്ചിരിക്കുന്നു? ഉത്തരം 4 4 പായലുകളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്നത്. 4 തരം പായലുകൾ ഏതൊക്കെയാണ്? ആൻസർ: നീലഹരിത പായലുകൾ, ചുവന്ന കടൽപ്പായലുകൾ, തവിട്ട് കടൽപ്പായലുകൾ, ഹരിത കടൽപ്പായലുകൾ. നീലഹരിത പായലുകൾ, ചുവന്ന കടൽപ്പായലുകൾ, തവിട്ട് കടൽപ്പായലുകൾ, ഹരിത കടൽപ്പായലുകൾ എന്നിവയാണ് 4 തരം പായലുകൾ. അടുത്ത ചോദ്യം: ഒരു പവിഴപ്പുറ്റിലെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ഉത്തരം പരന്ന മേഖല, ശിഖരം, മുൻഭാഗം. പരന്ന മേഖല, ശിഖരം, മുൻഭാഗം എന്നിവയാണ് ഒരു പവിഴപ്പുറ്റിലെ പ്രധാനപ്പെട്ട മേഖലകൾ. പവിഴപ്പുറ്റുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്? ഉത്തരം സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പവിഴപ്പുറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. പവിഴപ്പുറ്റുകളെ അവയുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 5 പവിഴപ്പുറ്റുകളെ അവയുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. 5 തരം പവിഴപ്പുറ്റുകൾ ഏതൊക്കെയാണ്? ഉത്തരം തീരപ്പുറ്റ്, പവിഴരോധിക, പവിഴദ്വീപ് വലയം, തട്ടുപവിഴപ്പുറ്റുകൾ, ശകല പവിഴപ്പുറ്റുകൾ. തീരപ്പുറ്റ്, പവിഴരോധിക, പവിഴദ്വീപ് വലയം, തട്ടുപവിഴപ്പുറ്റുകൾ, ശകല പവിഴപ്പുറ്റുകൾ എന്നിവയാണ് 5 തരം പവിഴപ്പുറ്റുകൾ. Thank you for watching this video. Please like, share and subscribe.